Today we are going to study the topic supply. So what is supply? What is law of supply? What are the factors determining supply? Then what is elasticity of supply? Actually, everything we have studied under demand. So it is almost same as the things which we have studied under demand, but some differences are also there. So it is easy for us to understand supply. But നിങ്ങൾക്ക് demand, if you know about demand, it will be easy for you to study supply also. So before you study supply, you may go through everything in demand. But ഡിമാൻഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സപ്ലൈ നമുക്ക് പഠിക്കാൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് ആദ്യം ഡിമാൻഡ് നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ആഫ്റ്റർ ദാറ്റ് യു മേ സ്റ്റഡി സപ്ലൈ. So first of all, what is supply? Supply refers to the quantity offered for sale at a given price in a specified period of time. So within a specified period of time and price, how much is the quantity offered for sale by a producer? അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുഴുവൻ സപ്ലൈ അല്ല. If a producer is producing and keeping this output in his godown, that cannot be considered as supply. When it is coming to the market for sale, then how much is coming to the market for sale, that much only can be considered as supply. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും we have defined demand for a commodity. In the same way we can define supply also. It is the quantity of a commodity that a seller is willing to sell at a given price in a given period of time. ഇത് നമ്മൾ ഡിമാൻഡിൻ്റെ കേസിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ക്വാണ്ടിറ്റി ഓഫ് ദി കമ്മോഡിറ്റി ദാറ്റ് എ സെല്ലർ ഈസ് വില്ലിംഗ് ടു സെൽ. അവിടെ നമ്മൾ പറഞ്ഞത് ബയർ ഈസ് വില്ലിംഗ് ടു ബൈ എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നു സെല്ലർ ഈസ് വില്ലിംഗ് ടു സെൽ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ how much is the quantity that a seller is willing to sell at a given price in a given period of time? That is supply. Then what are the factors determining supply? അപ്പോൾ ഒരു സപ്ലൈ എന്ന് പറയുമ്പം ഒരു സെല്ലർ എത്രത്തോളം ക്വാണ്ടിറ്റി ഒരു പർട്ടിക്കുലർ പ്രൈസിലും പീരിയഡ് ഓഫ് ടൈമിലും വിൽക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. Then factors determining supply. First one is price of factor inputs. Inputsന്റെ price. Actually, when price of inputs increases, what happens? The cost of production also increases. ഇപ്പോൾ ഇൻപുട്സിൻ്റെയൊക്കെ വില കൂടുമ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിയാൽ ഒരു പ്രൊഡ്യൂസർ കുറച്ച് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതിൻ്റെ അർത്ഥം when price of factor inputs increases, the cost of production also increases, therefore supply decreases. ഇപ്പോൾ ഇൻപുട്സിൻ്റെ വില കൂടിയാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ സപ്ലൈ കുറയ്ക്കും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും. So that is one factor which determines supply. Then price of the commodity. That is just like demand. Price is another important factor which determines the supply of a commodity. Usually when price is high, a seller will be interested in selling more. കാരണം പ്രൈസ് ഹൈ ആയിരിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു സെല്ലർ കൂടുതൽ വിൽക്കാൻ തയ്യാറാകുന്നത് ഒരു ഹയർ പ്രൈസിലായിരിക്കും. സോ വി ക്യാൻ സേ പ്രൈസ് ആൻഡ് സപ്ലൈ ആർ പോസിറ്റീവ്ലി റിലേറ്റഡ്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഒരു സെല്ലർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യും. സോ ദേ ആർ പോസിറ്റീവ്ലി റിലേറ്റഡ് ഓർ ഡയറക്ട്ലി റിലേറ്റഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. നമ്മൾ ഡിമാൻഡിൽ റിലേറ്റഡ് ഗുഡ്സ് പഠിച്ചിട്ടുണ്ട്. ബട്ട് ഹിയർ ദി മീനിങ് ഈസ് ഡിഫറെൻറ്റ്. ഇൻ ദി കേസ് ഓഫ് സപ്ലൈ, ഫോർ എ പ്രൊഡ്യൂസർ എക്സ് ആൻഡ് വൈ ആർ കൺസിഡേർഡ് ആസ് റിലേറ്റഡ് ഗുഡ്സ് when the consumer can produce either X or Y. It is his choice. ഇപ്പോൾ എക്സും വൈയും
സപ്ലൈയുടെ കേസിൽ എക്സും വൈയും റിലേറ്റഡ് കമ്മോഡിറ്റീസ് ആകണമെങ്കിൽ, ഒരു പ്രൊഡ്യൂസറിന് റിലേറ്റഡ് ഗുഡ്സ് ആകണമെങ്കിൽ ഈ എക്സും വൈയും പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. He has the facility to produce more, but he will choose whether he has to produce X or Y. അതാണ് റിലേറ്റഡ് ഗുഡ്സിൻ്റെ അർത്ഥം. ഇവിടെ ഡിമാൻഡിനെ പോലെയല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ സപ്പോസ് എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ് ഗുഡ്സ് ഫോർ എ പ്രൊഡ്യൂസർ ആൻഡ് പ്രൈസ് ഓഫ് എക്സ് ഇൻക്രീസസ്, then what happens to the supply of Y? എക്സിൻ്റെ വില കൂടിയാൽ വൈയുടെ സപ്ലൈക്ക് എന്ത് സംഭവിക്കും? വൈയുടെ സപ്ലൈ കൂടുമോ കുറയുമോ? വാട്ട് യു തിങ്ക്? സി, വെൻ പ്രൈസ് ഓഫ് എക്സ് ഇൻക്രീസസ്, ദി പ്രൊഡ്യൂസർ വിൽ ബി പ്രൊഡ്യൂസിങ് മോർ ഓഫ് എക്സ് ദാൻ വൈ. അപ്പം അയാൾക്ക് കൂടുതൽ എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇപ്പം കൂടുതൽ പ്രോഫിറ്റബിൾ. അപ്പോൾ അതുകൊണ്ട് അയാൾ കൂടുതൽ എക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് വൈയുടെ സപ്ലൈ എന്ത് ചെയ്യും? വൈയുടെ സപ്ലൈ കുറയും. So when price of X increases, supply of Y decreases. Yയുടെ സപ്ലൈ കുറയുകയാണ് ചെയ്യുന്നത്. Then next is technology. See, when we know that when there is a technological improvement, the cost of production is decreasing, or cost of production will decrease. Technological improvement ഉണ്ടായാൽ cost of production കുറയും. Cost of production കുറഞ്ഞാൽ naturally the producer will produce more. So when there is a technological improvement, the supply of a commodity will increase. The next is government policy. That means government policy regarding tax on a commodity. Here we are talking about tax on production. ഇപ്പം പ്രൊഡ്യൂസർ കൊടുക്കുന്ന ടാക്സ് അത് ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വെൻ ടാക്സ് ഓൺ പ്രൊഡക്ഷൻ ഇൻക്രീസസ്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇൻക്രീസിങ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിന് തുല്യമാണ് ടാക്സ് കൂട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ഹി വിൽ റെഡ്യൂസ് പ്രൊഡക്ഷൻ. സോ വെൻ ദി ഗവൺമെൻറ് increases the tax on a commodity, its supply will decrease. So these are the important factors which determine the supply of a commodity. The next is law of supply. So I already told you that there is a direct relation between price and quantity supplied. And this is given in the form of a law. And the law states that other things remaining the same, price and quantity supplied of a commodity are directly proportional. അപ്പോൾ ഇത് ലോ ഓഫ് ഡിമാൻഡ് പോലെ തന്നെയാണ്. ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ പറയുന്നത് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഇവിടെ നമ്മൾ പറയുന്നു പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി ആർ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ. ഇൻവേഴ്സ്ലി മാറ്റി ഡയറക്റ്റ്ലി ആക്കിയാൽ അത് ലോ ഓഫ് സപ്ലൈ ആയി. What is the meaning of that? When price rises, supply also rises. Price falls, supply also falls. That is law of supply. Here also we assume that other things remaining the same. Price of actor inputs, price of related goods, technology, ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പം പ്രൈസ് കൂടുമ്പം സപ്ലൈ കൂടും, പ്രൈസ് കുറഞ്ഞാൽ സപ്ലൈ കുറയും. Then we can explain law of supply with the help of a supply schedule and supply curve. See, we can prepare, first of all, we can prepare a supply schedule. Supply schedule means it is a table which shows different quantities at different prices. നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എഴുതിയതുപോലെ തന്നെ നമുക്ക് സപ്ലൈ ഷെഡ്യൂളും എഴുതാം. ബട്ട് ദി റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ ഈസ് ഡയറക്റ്റ്. സോ ഇപ്പം നമ്മൾ വളരെ സിമ്പിളാക്കുക, ഏത് കാര്യവും സിമ്പിളായി പഠിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഈസിയാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കോളംസ്, പ്രൈസ് ഓഫ് എക്സ്, സപ്ലൈ ഓഫ് എക്സ്. പ്രൈസ് നമുക്ക് വെറുതെ 1, 2, 3 എന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്. സോ പ്രൈസ് ഓഫ് എക്സ് 1, 2, 3, 4, 5. സപ്ലൈ എന്ത് ചെയ്യണം? കൂടി വരണം. സോ 10, 20, 30, 40 and 50. So this is a supply schedule. So that means when price of the product increases, supply also increases. We can draw a supply curve. And what is a supply curve? The graphical representation of
supply schedule. Graphical representation of supply schedule. That is a supply curve. ഇപ്പോൾ സപ്ലൈ കർവ് എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുമോ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുമോ? The supply curve will always slopes upwards because at a higher price larger quantity is supplied. So this will be the shape of the supply curve. ഇതാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. S is the supply curve. The supply curve always slopes upwards. ഇതിങ്ങനെ upward sloping ആയിരിക്കും. So supply curve slopes upwards from left to right. That shows the direct relationship between price and quantity supplied. Then we have seen that price and quantity supplied are directly proportional. So usually a supply function is written as Sx is equal to the equation of the supply curve. A plus B Px. This is the equation of the supply curve. Sx equals A plus B Ps. A and B are constants and P is the price of the commodity. What was the demand equation? Demand for X is equal to A minus B Px. കാരണം അത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, അതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത്. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് ആയത്. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി സപ്ലൈ കർവ്. Then just like demand, in supply also there are two types of changes in supply. One is expansion and contraction, and the other one increase and decrease in supply. What is expansion and contraction? Do you remember in the case of demand? In the case of demand, expansion and contraction, we have studied that it occurs due to a change in price. Here in the case of supply also, expansion and contraction of demand occurs because of a change in price. കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ സപ്ലൈ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും എക്സ്പാൻഷൻ? വി നോ ദാറ്റ് when price rises, supply also rises. So we can say expansion means at a higher price larger quantity is supplied. Contraction means at a lower price lower quantity is supplied. അതാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് കൂടെ എന്താണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ദെൻ increase and decrease in supply, they occurs due to a change in factors affecting supply other than price. എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, മറ്റേതെങ്കിലും ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് സപ്ലൈ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്സിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നു, അതുകൊണ്ട് സപ്ലൈ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എന്ന് പറയാം. ഇനി എന്തായിരിക്കും ഇൻക്രീസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു പ്രൈസ് ഈസ് നോട്ട് ചേഞ്ചിങ്. സോ ഇൻക്രീസ് ഇൻ സപ്ലൈ മീൻസ് അറ്റ് ദി സെയിം പ്രൈസ് എ ലാർജർ ക്വാണ്ടിറ്റി ഈസ് സപ്ലൈഡ്. സോ വാട്ട് വിൽ ബി ഡിക്രീസ് ഇൻ സപ്ലൈ? അറ്റ് ദി സെയിം പ്രൈസ് എ ലോവർ ക്വാണ്ടിറ്റി ഈസ് സപ്ലൈഡ്. ഇത് തന്നെയാണ് നമ്മൾ ഡിമാൻഡിൻ്റെ കേസിലും പഠിച്ചത്. സോ ജസ്റ്റ് വി ക്യാൻ ഡ്രോ ദി ഡയഗ്രാം ഫോർ ഇൻക്രീസ്, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ സപ്ലൈ. See, suppose SS is the supply curve and y-axis we are measuring price and x-axis we are taking the quantity. Now suppose the initial price is P and quantity supplied is Q. ഇപ്പോൾ P ആണ് പ്രൈസ്, Q ആണ് ക്വാണ്ടിറ്റിയുടെ സപ്ലൈ ഓഫ് ദി കമ്മോഡിറ്റി. ഇനിയും പ്രൈസ് കൂടുന്നു എന്ന് വിചാരിക്കുക, ദി പ്രൈസ് ഇൻക്രീസസ് ടു P1. What happens to supply? Supply rises to Q1. ഇപ്പോൾ പ്രൈസ് P1 ആയിട്ട് കൂടിയാൽ സപ്ലൈ Q1 ആയിട്ട് കൂടുന്നു. This is expansion of supply. Then what is contraction of supply? When price falls to P2 ആയിട്ട് കുറയുന്നെങ്കിൽ എന്ത് സംഭവിക്കും?
supply falls to Q2. This is contraction of supply. By expansion, at a higher price, larger quantity is supplied. Contraction, lower price, lower quantity is supplied. Then, what are increase and decrease in supply? For that also, we can draw a diagram. Now, this is the original supply curve, and this is the price, and this is the quantity supplied. Then, increase in supply means at the same price, larger quantity is supplied. So, what happens at price P? We have to show that a larger quantity is supplied by the seller. For that, the supply curve will shift rightwards. എപ്പോഴും ഓർക്കുക, ഡിമാൻഡ് ആയാലും സപ്ലൈ ആയാലും ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് കർവ്സ് ഷിഫ്റ്റ് ചെയ്യണം. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് കർവ് ഷിഫ്റ്റ് ചെയ്യണം. സോ ഹിയർ ഫോർ ഇൻക്രീസ് ദി സപ്ലൈ കർവ് ഷിഫ്റ്റ്സ് റൈറ്റ്വേർഡ്സ്. This is the new supply curve. According to the new supply curve, this much is the quantity supplied. Q1 is the quantity supplied. So this is increase in supply. Then what is decrease in supply? Then when supply decreases, the supply curve shifts leftwards. Leftiലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. So S2 is the supply curve. And at price P here, Q2 is the quantity supplied. That means a lower quantity. So this is decrease in supply. At the same price, a lower quantity is supplied. That is called decrease in supply. So it's very simple, just like demand. The next is elasticity of supply. Same definition. Price elasticity of supply is the degree of responsiveness of supply of a commodity to a change in its price. ഡിമാൻഡിന് കൊടുത്ത അതേ ഡെഫിനിഷൻ തന്നെ എന്ന് പറഞ്ഞാൽ when price changes, to what extent supply changes, that we are measuring with the help of elasticity of supply. അതിൻ്റെ ബേസിക് ഫോർമുല ഇവിടെയും സെയിം ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇത് തന്നെയാണ് നമ്മൾ ഡിമാൻഡിലും പഠിച്ച ഫോർമുല. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഈ നൊട്ടേഷൻസ് കൊടുത്ത് നമുക്ക് ആ ഫോർമുല ഇങ്ങനെയാക്കാം. പി ബൈ എസ് ഇൻറ്റു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ പി. നമ്മൾ ക്യൂവിന് പകരം എസ് എന്ന് എഴുതി, അത്ര മാത്രമേ ഉള്ളൂ. അത് സപ്ലൈ ആണെന്ന് അറിയാൻ വേണ്ടി. ഇഫ് യു ആർ റൈറ്റിംഗ് പി ബൈ ക്യൂ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി, then also this is correct. There is no problem. Now, when you apply this formula and estimate elasticity of supply, will you get a positive value or negative value? അപ്പോൾ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് പഠിച്ചപ്പോൾ പറഞ്ഞു അവിടെ നമുക്ക് നെഗറ്റീവ് സൈൻ കിട്ടുമെന്ന് പറഞ്ഞു. ബട്ട് ഇൻ ദി കേസ് ഓഫ് സപ്ലൈ വി വിൽ ഓൾവേസ് ഗെറ്റ് എ പോസിറ്റീവ് വാല്യൂ. നമുക്കൊരു പോസിറ്റീവ് വാല്യൂവേ കിട്ടുള്ളൂ. ബിക്കോസ് പ്രൈസ് ആൻഡ് സപ്ലൈ ആർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. ഇതാണ് പെർസെൻറ്റേജ് മെത്തേഡ്. ഇതൊക്കെ നമ്മൾ ഡിമാൻഡിൽ പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാനതിന് മുമ്പ് മാർക്കറ്റ് സപ്ലൈ പറയാൻ വിട്ടു. മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് മാർക്കറ്റ് ഡിമാൻഡ്. ഇറ്റ് ഈസ് ദി ടോട്ടൽ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദി മാർക്കറ്റ്. ഹൗ മച്ച് ഈസ് ദി ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ഓൾ ദ സെല്ലേഴ്സ് ടുഗദർ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന എല്ലാവരും, എല്ലാ സെല്ലേഴ്സും ചേർന്ന് സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അതേപോലെ മാർക്കറ്റ് സപ്ലൈ കർവ് ക്യാൻ ബി ഡിറൈവ്ഡ് ബൈ ദി ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സപ്ലൈ കർവ്സ്. നമ്മൾ ഡിമാൻഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ മാർക്കറ്റ് സപ്ലൈയും ഡിറൈവ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ സെക്കൻഡ് മെത്തേഡ് ഈസ് ജോമെട്രിക് മെത്തേഡ്. So what is geometric method? According to the geometric method, elasticity of supply at a point on a straight line supply curve is the ratio of supply curve intercept on x-axis to the quantity supplied at that point. അപ്പോൾ സപ്ലൈ കർവ് ഇൻ്റർസെപ്റ്റും ക്വാണ്ടിറ്റി സപ്ലൈഡും ഇത് തമ്മിലുള്ള ഒരു റേഷ്യോയാണ്
ഈ ജോമെട്രിക് മെത്തേഡിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. സോ അഗെയിൻ വി ക്യാൻ ഡ്രോ എ ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ. See, suppose the supply curve is given as S1 and we want to measure the elasticity of supply at point R. നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ ജോമെട്രിക് മെത്തേഡ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആർ എന്ന് പറയുന്ന പോയിന്റിലെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ നമുക്ക് മെഷർ ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുന്നത്, ദിസ് സപ്ലൈ കർവ് ഈസ് എക്സ്റ്റെൻഡഡ് ടു ദി എക്സ് ആക്സിസ്. ഇപ്പോൾ ഈ സപ്ലൈ കർവിനെ നമ്മൾ എക്സ് ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ എക്സ് ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ വി ആർ എക്സ്റ്റെൻഡിങ് ദി സപ്ലൈ കർവ് ടു ദി എക്സ് ആക്സിസ്. ദെൻ സോ സപ്പോസ് ദിസ് ഈസ് ദി പോയിന്റ് എ, ദിസ് ഈസ് ഒറിജിൻ O, and at point R the quantity supplied is Q. So what is the supply curve intercept on x-axis at point R? It is AQ. The supply curve intercept is AQ, that divided by the quantity supplied is OQ. So AQ divided by OQ, that is the elasticity of supply at point R. Now what do you think, is it greater than 1 or less than 1? It is greater than 1. So if you take any point on this supply curve, you will get the value greater than 1. So in general we can say, whenever a supply curve passes through the y-axis, ഈ y-ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ സപ്ലൈ കർവിൻ്റെയും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. And if a supply curve passes through the origin, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സപ്ലൈ കർവ് ആണെങ്കിൽ, suppose this is the supply curve, ഇത് S2 എന്ന് പറയുന്നത് ഇതാണ് സപ്ലൈ കർവ് എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ സപ്ലൈ കർവ് ഇന്റർസെപ്റ്റ് എടുത്താൽ അതും ക്വാണ്ടിറ്റി സപ്ലൈയും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഏത് പോയിന്റിലെയും ഈ രണ്ട് കാര്യങ്ങൾ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ if a supply curve passes through the origin, then elasticity of supply will be equal to 1. ഫസ്റ്റ് കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഗ്രേറ്റർ ദാൻ 1 ആണ്. രണ്ടാമത്തെ കേസിൽ ഇത് ഈക്വൽ ടു 1 ആണ്. ഇനി if a supply curve passes through the x-axis, then what will be the elasticity of supply? S3 ആണ് സപ്ലൈ കർവ് എങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ഇവിടെ നമ്മൾ സപ്ലൈ കർവ് ഇന്റർസെപ്റ്റ് എടുത്താൽ അത് കുറവായിരിക്കും, ക്വാണ്ടിറ്റി സപ്ലൈഡ് കൂടുതലുമായിരിക്കും. So in this third case, when supply curve passes through the x-axis, elasticity of supply will be less than 1. These are the three possibilities. അപ്പോൾ ഇങ്ങനെ 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നിൽ ഗ്രേറ്റർ ദാൻ 1 ആകാം. if a supply curve passes through the y-axis, elasticity of supply will be greater than 1. if a supply curve passes through the origin, elasticity of supply will be equal to 1. and if a supply curve passes through the x-axis, elasticity of supply will be less than 1. ഇനിയും ഡിമാൻഡിനെ പോലെ തന്നെ വേണമെങ്കിൽ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഈ എക്സ്പ്ലനേഷൻ എല്ലാം തന്നെ, ഓൾ എക്സ്പ്ലനേഷൻ റിഗാർഡിങ് 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അത് ഡിമാൻഡിനെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല.
just you write instead of demand you write supply. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സപ്പോസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അപ്പോൾ നമ്മളൊക്കെ അറിയാം അവിടെ ഡിമാൻഡ് കർവ് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഇൻ ദി കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ഓൾസോ supply curve will be a horizontal straight line. ഇതായിരിക്കും സപ്ലൈ കർവ്. At a given price, supply will be perfectly elastic and elasticity of supply will be equal to infinite. ഇത് നമ്മൾ ഡിമാൻഡിൽ പഠിച്ച കാര്യമാണ്. അത് തന്നെയാണ് സപ്ലൈയിലും പഠിക്കുന്നത്. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഇൻ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ സപ്ലൈ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ചേഞ്ചസ് ഇൻ പ്രൈസ്. പ്രൈസ് എത്ര ചേഞ്ച് ചെയ്താലും സപ്ലൈ ചേഞ്ച് ചെയ്യില്ല. സോ ദി സപ്ലൈ കർവ് വിൽ ബി എ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ. സപ്ലൈ കർവ് ഇവിടെ ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. So this will be the supply curve, and here elasticity of supply will be equal to 0 because quantity il vyathyasam illa, adonde elasticity of supply nammal measure cheyidal we will get 0. Supply remains constant irrespective of the changes in price. ഇനിയും യൂണിറ്റ് ഇലാസ്റ്റിക് സപ്ലൈ, മോർ ഇലാസ്റ്റിക് സപ്ലൈ ആൻഡ് ലെസ് ഇലാസ്റ്റിക് സപ്ലൈ. ഇത് ഇത്രയും നമ്മൾ ഡയഗ്രാം നമ്മൾ നേരത്തെ വരച്ചതുപോലെ വരയ്ക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് യൂണിറ്റ് ഇലാസ്റ്റിക് സപ്ലൈ, ദെൻ യു ഡ്രോ എ സപ്ലൈ കർവ് ത്രൂ ദി ഒറിജിൻ. ഇതാണ് യൂണിറ്റ് ഇലാസ്റ്റിക് സപ്ലൈ കർവ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട എക്സ്പ്ലനേഷൻ, ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് വിൽ ബി ഈക്വൽ ടു ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡും രണ്ടും ഈക്വൽ ആയിരിക്കും. And here elasticity of supply will be equal to 1. And when a supply curve passes through the y-axis, idana supply curve എങ്കിൽ elasticity of supply will be greater than 1. Here we can give the explanation like the percentage change in quantity supplied will be greater than the percentage change in price. പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കൂടുതലായിരിക്കും സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ദെൻ ദി തേർഡ് വൺ ഈസ് ലെസ് ഇലാസ്റ്റിക് സപ്ലൈ. ലെസ് ഇലാസ്റ്റിക് സപ്ലൈയുടെ കേസിൽ സപ്ലൈ കർവ് എക്സ് ആക്സിസിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ വിൽ ബി ലെസ് ദാൻ 1. ദറ്റ് മീൻസ് ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് വിൽ ബി ലെസ് ദാൻ ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ ഇതാണ് നമുക്ക് 5 ഡിഗ്രീസിന് നമുക്ക് ഇവിടെ കൊടുക്കാവുന്ന ഡയഗ്രവും എക്സ്പ്ലനേഷനും. ഇത് നമ്മൾ ഡിമാൻഡ് പോലെ തന്നെയാണ്. എക്സ്പ്ലനേഷൻ ഈസ് സെയിം ആസ് ഡിമാൻഡ്. ദർ ഈസ് നോ ചേഞ്ച്. ദി ഓൺലി ചേഞ്ച് ഈസ് ദാറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞ അവിടെ ഡിമാൻഡ് എന്ന് എഴുതുന്നതിന് പകരം സപ്ലൈ എന്ന് എഴുതണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, ദ ഡയഗ്രംസ് ആർ ഓൾസോ സെയിം. പിന്നെ ബാക്കിയുള്ള മൂന്നിൻ്റെയും ഡയഗ്രംസ് നമുക്ക് ജോമെട്രിക് മെത്തേഡിൽ കിട്ടുന്നത് പോലെ ഇങ്ങനെ വരയ്ക്കുക. So that much only about supply. ഇനി നമുക്ക് there is one more topic in module 1, that is equilibrium, then dead weight loss, etc. That we will study in the next class. See, always I am saying നിങ്ങൾക്ക് ഇതിൻ്റെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ എൻ്റെ ബുക്ക് വായിച്ചാൽ കിട്ടും. So you may read the book also, then it will be easy for you to write the answers. And you always subscribe the channel, then it will be easy for you to get the new videos. So today we are stopping. Thank you.